Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ 2024-25 എൻവയോൺമെൻറ്റൽ സയൻസ് EVS ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 25 മാർക്കിനാണ് ചോദ്യം. 6 ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ 5 എണ്ണമാണ് കുട്ടികൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്കാണ്, അങ്ങനെ 25 മാർക്ക്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് നോക്കാം. Activity 1, Goodness of Cleanliness. Anu and her friends are preparing a chart on personal hygiene for school science fair. Complete the chart including your suggestions. അപ്പം ക്ലെൻലിനെസ്സിന് അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ചാർട്ട് അനുവും അവളുടെ ഫ്രണ്ട്സും തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സജഷൻസ് എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീൻ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും മുന്നേയും ശേഷവും കൈ നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇതുപോലെ എന്തൊക്കെ ഉൾപ്പെടുത്താം പേഴ്സണൽ ഹൈജീന്? ബ്രഷിംഗ് ടീത്ത് ട്വൈസ് എ ഡേ, ടേക്ക് എ ബാത്ത് ഡെയിലി ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഡിഡ് യു നോട്ടീസ് ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർക്ക്? പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ബേൺഡ് ഓർ ത്രോൺ എവേ. വൈ? അപ്പോൾ അവിടെ ഒരു പാർക്കിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലെ, നോട്ടീസ് വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ഡോണ്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാനോ അല്ലെങ്കിൽ വലിച്ചെറിയാനോ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതും നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് നോട്ടിൽ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ എഴുതിയ ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ 2 പോയിന്റ് എഴുതാം. എന്താ? ബേണിംഗ് പ്ലാസ്റ്റിക് വിൽ കോസസ് വേരിയസ് ഡിസീസസ് ആൻഡ് ഇറ്റ് കോസസ് ഡിസ്ട്രക്ഷൻ ടു ദ ഇക്കോസിസ്റ്റം. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പല അസുഖങ്ങളും വരും, അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യും? നമ്മുടെ ഇക്കോസിസ്റ്റത്തെ നശിപ്പിക്കും. ദെൻ സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഡിസീസസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോ. മോസ്കിറ്റോയിലൂടെ വരുന്ന അസുഖങ്ങളുടെ പേര് നമുക്കറിയാം. ജോണ്ടിസ് വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ദെൻ ബി കോളറ. കോളറ ഇതിലൂടെയാ? ഹൗസ് ഫ്ലൈ. ടൈഫോയിഡും ഹൗസ് ഫ്ലൈ ആണ്. അപ്പോൾ മോസ്കിറ്റോ പരത്തുന്ന രോഗം ഏതാ? എലിഫൻറ്റൈറ്റിസ്, അതായത് എലിഫൻറ്റൈസിസ്, അതായത് മന്ത് രോഗമാണ് ഇതിൻ്റെ ആൻസർ. ദെൻ ആക്ടിവിറ്റി 2, സോയിൽ കൺസർവേഷൻ. ലുക്ക് അറ്റ് ദ പിക്ചർ. ദർ ഇസ് എർത്ത് വോം അല്ലേ, ഒരു എർത്ത് വോമിനെ കാണാം. എർത്ത് വോം എന്താ പറയുന്നത്? ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദ എർത്ത് വോം സെറ്റ്? എർത്ത് വോം എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നോട്ട് ഓൺലി എർത്ത് വേംസ് ബട്ട് ആൾസോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദ സോയിൽ. അപ്പോൾ എർത്ത് വേമിന് മാത്രമല്ല മറ്റ് മനുഷ്യന്മാർക്കും മറ്റ് ജീവികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? സോയിലിനെ കൊണ്ട് പ്രയോജനമുണ്ട്. ദെൻ വാട്ട് ആർ ദോസ് ബെനിഫിറ്റ്സ്? അപ്പോൾ എന്തൊക്കെയാണ് ആ ബെനിഫിറ്റ്സ്, ഉപയോഗങ്ങൾ? ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രീച്ചേഴ്സിൻ്റെ വാസസ്ഥലമായിട്ട് മണ്ണ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? ബിൽഡിംഗ് ഹൗസസ് ആൻഡ് ഫോർ മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സോയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതും നമ്മൾ നോട്ട്സിൽ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ. സോയിൽ കൺസർവേഷൻ, മണ്ണ് സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കറിയാം പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ സ്ലോഗൻസ് ഉണ്ടാവണം, പിക്ചേഴ്സ് ഉണ്ടാവണം. നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ സ്ലോഗൻ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ആക്ടിവിറ്റി 3, വെറൈറ്റീസ് ഓഫ് ഫുഡ്സ്. അപ്പോൾ അവിടെ വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫുഡ് ഐറ്റംസ് ഗിവൺ ബിലോ. അപ്പോൾ ആ ഒരു ടേബിൾ നമുക്കറിയാം, വെജിറ്റബിൾസ്, സെറൽസ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ തന്നതിനെ ഈ ടേബിളിലേക്ക് മാറ്റി എഴുതുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. ഇതാണ് ആൻസേഴ്സ്. ഒന്ന് നോക്കാം, ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കാം. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഫുഡ് ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക, അതിലേതാണ് ശരിയെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നോക്കുക, വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും ഒരേ തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്.
വി ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses ഓഫ് വാട്ടർ എ ഡേ. നമ്മൾ ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ്സസ് വരെ വെള്ളം കുടിക്കണം. ദെൻ മൂന്നാമത്തത് ഈറ്റിംഗ് ലോട്ട് ഓഫ് ഓയിലി ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഒരുപാട് എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്. നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഫുഡും ഉണ്ട്, കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റിയ ഫുഡും ഉണ്ട്. ഇനി ഇതിലേതാണ് ശരി എന്നാണ് പറയേണ്ടത്. ആൻസർ ഏതാ? 2 and 4 ഇസ് കറക്റ്റ്. ഏതൊക്കെയാ? 6 to 8 ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കണം. അതുപോലെ തന്നെ ദർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്. ദെൻ ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ്. അപ്പുവും ആകാശും അവർ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയാണ്. അപ്പു പുട്ട്, കടലക്കറി, സലാഡ്, മിൽക്ക്. ദെൻ ആകാശ് പൊറോട്ട, ഫ്രൈഡ് ചിക്കൻ. അവർ കഴിച്ചതുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പു ആൻഡ് ആകാശ് ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫുഡ് ദേ എയ്റ്റ് ഇൻ മോർണിംഗ്. രാവിലെ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് അവർ പറയുകയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഫുഡ് ഐറ്റംസ് യൂസ് ടു മേക്ക് ദീസ് ഡിഷസ്. അപ്പോൾ ഓരോ ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇതേപോലത്തെ ആക്ടിവിറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. നമ്മൾ നോട്ടായിട്ട് തന്ന ക്വസ്റ്റ്യൻ തന്നെയാണിത്. നോക്കുക, പുട്ട്, കടലക്കറി, സലാഡ്, പൊറോട്ട, ഫ്രൈഡ് ചിക്കൻ. ഓരോന്നിനും ഉണ്ടാക്കാൻ ആവശ്യമായ ഫുഡ് ഐറ്റംസ് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നോക്കാം. ദെൻ ബി ക്വസ്റ്റ്യൻ, ഹൂ ഈറ്റ്സ് ദ ഹെൽത്തി ഫുഡ്, അപ്പു ഓർ ആകാശ്? ആരാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചത്? റൈറ്റ് യുവർ ഒപ്പീനിയൻ. ഇത് നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഓക്കെ, നോക്കാം. അപ്പു ഈറ്റ്സ് ദ ഹെൽത്തി ഫുഡ്. അപ്പോൾ ആരാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചത്? അപ്പു ആണ്. എന്താ കാരണം? ഹി ഇൻക്ലൂഡഡ് വെജിറ്റബിൾസ്, പൾസസ്, മിൽക്ക് എക്സെട്ര ഇൻ ഹിസ് ഡയറ്റ്. അപ്പോൾ അവൻ പച്ചക്കറികളും പൾസസും പാലും ഒക്കെ അവൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾ ദീസ് ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഗ്രോത്ത്. ഇത് എന്തിനൊക്കെ സഹായിക്കും? പ്രോപ്പർ ഗ്രോത്ത്, പ്രിവെൻറ്റ് ഡിസീസസ് ആൻഡ് ഗിവ് എനർജി ടു ഡു വർക്ക്സ്. ഇതിനൊക്കെ സഹായിക്കും. അപ്പോൾ അവൻ്റെതാണ്, അപ്പുവിൻ്റെതാണ് നല്ല ഫുഡ്. ദെൻ fifth one, below are the pictures of waste materials collected by children by cleaning the school surroundings on ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിക്ക് സ്കൂൾ സറൗണ്ടിങ്സ് ചുറ്റുപാട് വൃത്തിയാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാ? പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബനാന പീൽ, ഫുഡ് വേസ്റ്റ്, ഡാമേജ്ഡ് ബാറ്ററീസ്, പ്ലാസ്റ്റിക് കവേഴ്സ് ആൻഡ് ഡാമേജ്ഡ് കീബോർഡ്. ഇനി ലേബൽ ദ ബിൻസ് ആൻഡ് സോർട്ട് ദ വേസ്റ്റ് മെറ്റീരിയൽസ് സ്യൂട്ടബ്ലി. അപ്പോൾ ഓരോ ബിന്നിനും അതിൻ്റേതായ തലക്കെട്ട് കൊടുത്തിട്ട് ഈ തന്നതിനെ കൃത്യമായിട്ടുള്ള ബിന്നിൽ എഴുതാനാണ് പറഞ്ഞത്. നോക്കാം, ഫസ്റ്റ് വൺ ഏതാ? ബനാന പീൽ അല്ലേ? ബനാന പീൽ ഏത് തരം വേസ്റ്റാണ്? നമുക്കറിയാം, ഓർഗാനിക് വേസ്റ്റ്. പിന്നെ ഓർഗാനിക് വേസ്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? ബനാന പീലും ഫുഡ് വേസ്റ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇൻഓർഗാനിക് വേസ്റ്റ്. അതിൽ പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് ബോട്ടിലും. ദെൻ ഹസാർഡസ് വേസ്റ്റ് ഏതൊക്കെയാ? ഡാമേജ്ഡ് ബാറ്ററി ആൻഡ് ഡാമേജ്ഡ് കീബോർഡ്. ദെൻ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ക്ലീൻ സറൗണ്ടിങ്സ്. അപ്പോൾ താഴെ കൊടുത്തതിൽ ഏതാണ് ക്ലീൻ സറൗണ്ടിങ്, വൃത്തിയുള്ള ചുറ്റുപാട് ആയിട്ട് ബന്ധപ്പെട്ടത് എന്ന് വെച്ചാൽ അതിന് ടിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്. വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്നില്ല. ക്ലീൻ സറൗണ്ടിങ് അല്ലേ? യെസ്. ദെൻ വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്. മോശം വെള്ളം അവിടെ കൂട്ടിക്കിടക്കുന്നുണ്ട്. അത് നല്ലതാണോ? നോ. ദെൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് സ്കാറ്റേർഡ് അറൗണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇങ്ങനെ ചെതറിക്കിടക്കുന്നുണ്ട്. അത് നല്ലതാണോ? അല്ല. ദെൻ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. കൃത്യമായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗങ്ങൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. നല്ലതാണോ? യെസ്, ഇറ്റ് ഈസ് ഗുഡ്. ദെൻ സിക്സ്ത് ലാസ്റ്റ് ആക്ടിവിറ്റി, വാട്ടർ ആൻഡ് സോയിൽ. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് വിത്ത് ദ യൂസ് ഓഫ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താ? ആനിമൽസ് ബാത്ത് ഇൻ വാട്ടർ. മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാ? ഡ്രിങ്കിങ്, കുക്കിംഗ്, വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് വാട്ടറിങ് പ്ലാന്റ്സ്. Then B question, Disha collected some dried clumps of soil from her garden. ദിശ എന്ത് ചെയ്തു? അവളുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് ഉണങ്ങിയ മൺകഷ്ണങ്ങൾ എടുത്തു. ബബിൾസ് കെയിം ഔട്ട് വെൻ ഷീ പുട്ട് ഇറ്റ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ അവൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഇത് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു?
ബബിൾസ് കെയിം ഔട്ട്. വൈ? എന്തുകൊണ്ട്? നമുക്കറിയാം, നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണല്ലേ. Then when Disha put the dried clumps of soil in a glass of water, bubbles came out because there is presence of air in the soil. Then which of the below soil type is used for making models? Models ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് ഏതാണ്? It is clay. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്തുള്ളത്. ഇന്നത്തെ നടന്ന EVS പരീക്ഷയുടെ ചോദ്യപേപ്പറായിരുന്നു. അപ്പോൾ നല്ല എക്സാം ആയിരുന്നു. നമ്മൾ ഭൂരിഭാഗവും നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഒന്ന് ഈ ഒരു ആൻസറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.